ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നോ പാനിക് ജസ്റ്റ് പ്രിക്കോഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പെട്രോളിയം മന്ത്രി ഈ ഗ്യാസ് പ്രതിസന്ധിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുള്ളത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭയം വേണ്ട, ജാഗ്രത മതി. അതാണ് നോ പാനിക് ജസ്റ്റ് പ്രിക്കോഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ പെട്രോളിയം മിനിസ്ട്രി ആൻഡ് PM മോഡി ഹാവ് കൺഫേംഡ് ദാറ്റ് ഇന്ത്യ ഹാസ് അഡിക്വേറ്റ് റിസർവ്സ് 60 days of LNG and 45 days of LPG എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം 60 ദിവസത്തേക്കുള്ള LNGയും 45 ദിവസത്തേക്കുള്ള LPGയും നമുക്ക് സുഭിക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വി ഓൺലി ഹാവ് 12 days of LPG and LNG. അത് നമ്മൾ തട്ടിച്ചു നോക്കണം, അതവിടെ നിന്നോട്ടെ. ദ ഗവൺമെന്റ് ഹാസ് ഇൻക്രീസ്ഡ് റിസർവ്സ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് സപ്ലൈ സോഴ്സസ് എന്നുള്ള റിപ്പോർട്ടും അതിനോട് ചേർത്ത് ആ സമയം പുറത്തു വന്നാണ്. ഇൻഫാക്ട് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. കാരണം ഈ ജനങ്ങളെ പാനിക് ആക്കാതിരിക്കാനായി കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ കുഗ്രാമങ്ങളിലൊക്കെ അവിടെ ആരോ പറഞ്ഞു വരുത്തിയിരിക്കുന്നു പെട്രോൾ ഇപ്പൊ തീരാൻ പോകുന്നുവെന്ന്. അങ്ങനെ അവിടെ ഗുജറാത്തിലടക്കം ഗ്രാമങ്ങളിൽ വലിയ നീണ്ട ക്യൂ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ചില ക്ഷുദ്രശക്തികളായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്ന് വീണ്ടും വേറൊരു കാര്യം പറഞ്ഞു. അതായത് വി ഷുഡ് സേവ് അവർ LPG ആൻഡ് LNG എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ LPGയും LNGയും നമ്മൾ സേവ് ചെയ്യണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് സേവ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ വാർത്തയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയുണ്ട്. നമ്മൾ നിരന്തരം കൊടുക്കുന്നതാണ്. കരസേനാ മേധാവിമാരൊക്കെ ഇത് പണ്ട് മുതലേ പറയുന്നതാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഏഷ്യാനെറ്റിന്റെ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ ഉപേന്ദ്ര ദ്വിവേദി വന്നിട്ട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകും ഉടനടി, സൈന്യം അതിന്റെ ഒരുക്കത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ബിഗ് സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പോ യഥാർത്ഥത്തിൽ ഒന്നാമത് ലോകത്ത് യുദ്ധം നടക്കുകയാണ്. നമ്മൾ നിരന്തരം അതിന്റെ ഡെവലപ്മെന്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ എന്താണ് നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് നമുക്കറിയാം. അതിന്റെ കൂടെ നമ്മൾ മലയാള മാധ്യമങ്ങളൊന്നും ഫോളോ ചെയ്യാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വാർത്തയാണ്, അവർ നാറ്റോയിൽ നിന്ന് വിട്ട് ഒരു പ്ലാൻ B തയ്യാറാക്കുന്നു എന്നുള്ള വാർത്ത കൊടുക്കുകയാണ്. റഷ്യ ഏത് നിമിഷവും അവരുടെ ഓർഷനിക് മിസൈലുകൾ യൂറോപ്പിലേക്ക് തൊടുത്തുവിടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയും ഒരുങ്ങുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താകും മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്നുള്ളതാണ്. ഇനി ഒരു യുദ്ധം ഇന്ത്യ വന്നു കഴിഞ്ഞാൽ, രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ, അത് ഒരു 3-4 ദിവസത്തിൽ അത് നിൽക്കില്ല. നമ്മൾ ഇത് സമ്പൂർണ്ണമായിട്ട്, അതായത് നനഞ്ഞു അതിന് കുളിച്ചു കയറിയിട്ടേ ഉറപ്പായിട്ടും ഇന്ത്യ അത് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു? ഇത് ഇപ്പോൾ നമ്മളിപ്പോ പറയുന്നത്, പ്രധാനമന്ത്രി പറഞ്ഞ LNG നമ്മൾ കരുതലോടെ യൂസ് ചെയ്യണം, 30 ദിവസത്തേക്കെങ്കിലും കരുതൽ ശേഖരം ഉണ്ടാകണമെന്ന് ഇപ്പോൾ ഓയിൽ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറമെ കേൾക്കുന്നത്, നമ്മൾ ഒഫീഷ്യലായിട്ട് അല്ലാതെ നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങളുണ്ട്. അപ്പൊ ആ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്, ഒരു വർഷത്തേക്ക് നമ്മൾ വലിയ ക്രൈസിസിലേക്ക് പോകും. മിനിമം 1 year. അതായത് പെട്രോള് വലിയ ബുദ്ധിമുട്ടാകും, പെട്രോളിന്റെ പ്രൈസ് ഇനിയും വർദ്ധിക്കും, ഗ്യാസിന് പ്രൈസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, ഗ്യാസും ഇച്ചിരിയൊക്കെ ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ ധനുഷ് ആദ്യം പറഞ്ഞതൊക്കെ നമ്മുടെ ഭരണാധികാരികൾ, പ്രധാനമന്ത്രി അടക്കം ജനങ്ങളെ പാനിക്കാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അതിന്റെ ഒരു രൂക്ഷത പറയാത്തത്. പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ വരുന്ന വിശദമായ ലേഖനങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ മീഡിയാസിൽ പോലും വരുന്ന ചില ലേഖനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇന്ത്യൻ എക്സ്പ്രസിലായാലും ഹിന്ദുവിലായാലും ഒക്കെ വരുന്ന ചില ലേഖനങ്ങളുണ്ട്. അതിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ലോകം ഒരു വലിയ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്നതൊക്കെ ഇറാൻ അമേരിക്ക എങ്ങും എത്തുന്നില്ല. ഇന്നലെ ട്രംപ് പറഞ്ഞു ഞാൻ ഉപരോധം പിൻവലിക്കുകയാണ്. ഇപ്പൊ ഇറാൻ പറയുന്നത് ഉപരോധം പിൻവലിക്കുന്ന മാത്രം പോരാ, ഒരു $12 ബില്യൺ ഉണ്ട് ഖത്തറിൽ നിന്ന് കിട്ടാൻ, അത് എത്രയും പെട്ടെന്ന് തരണം, ഞങ്ങളുടെ മരവിപ്പിച്ച ആസ്തി കുറച്ച് വിട്ടു തരണം. അതായത് അമ്പിനും ബില്ലിലും അടുക്കാത്ത ഒരു ഇതിലേക്ക് പോകുന്നു. അവിടെ എന്തും സംഭവിക്കാം, ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയേക്കാം. കാരണം ഇന്ത്യ എടുക്കുന്ന നിലപാടിനെ ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്താണ് അടുത്ത ചൂട് വെക്കുന്നത് എന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, പിന്നെ നമ്മൾ ഈ നരേന്ദ്രമോദിക്ക് എല്ലാ ലോക നേതാക്കളുമായി നല്ല ബന്ധമുണ്ട്. അപ്പൊ എവിടെങ്കിലും അടി പൊട്ടുകയാണെങ്കിൽ നേരത്തെ ഒരു സൂചന കിട്ടുമല്ലോ. നമുക്കിതിലൊന്നും ചെയ്യാനില്ല, ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു വാർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും നേരത്തെ ഒരു സൂചന കിട്ടും. കാരണം നമ്മൾ ഇസ്രായേലുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെയുള്ള സൂചനകൾ വരുമായിരിക്കാം ഇനി വലിയൊരു വാറിലേക്ക് പോകുന്നു എന്നൊക്കെ. അതൊക്കെ കൊണ്ട് തന്നെ അത് പക്ഷെ ഒരു ഭരണാധികാരി, എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഒരു ഭരണാധികാരി അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യപ്പെടത്തുമില്ല. അപ്പൊ ഏതായാലും ഒരു വലിയ ക്രൈസിസിലേക്ക്. ഇതിനിടയിൽ നമ്മളുടെ രാജ്യം ഒരു യുദ്ധമുഖത്തേക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ്. ഇതിപ്പോ സ്ഥിരമാണ്, ധനുഷ് പറഞ്ഞത് ശരി. നമ്മളിപ്പോ സ്ഥിരം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തയ്യാറെടുക്കുന്നു പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷെ ഇന്നും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഈ ഓയിൽ അതുപോലെ ഗ്യാസ് ക്രൈസിസിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇനി അങ്ങനെയും ആകാം. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളും
പാകിസ്ഥാനുമായിട്ടോ ചൈനയായിട്ടോ ആരുമായിട്ടോ ആയിക്കോട്ടെ ഒരു വാറിലേക്ക് പോയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പ്രതിസന്ധി രൂക്ഷമാകും നമുക്ക്. കാരണം ഈ ലോകം മുഴുവൻ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളും കൂടി ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു പ്രതിസന്ധി, എണ്ണ പ്രതിസന്ധിയും ഗ്യാസ് പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടത്. അത് മാത്രമല്ല, ജിയോ പൊളിറ്റിക്സിൽ ചില നീക്കങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഗുണകരമാണ്. കാരണം കാരണം ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിലേക്ക് കടന്നു കയറുന്നത് തടയാൻ ഒരുപക്ഷെ ആ കരാറിന് കഴിയുമായിരിക്കാം. ഇതിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ എല്ലായിടത്തും. അത് മാത്രമല്ല, ഒരു ഉപഗ്രഹ ചിത്രം അടക്കം ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ചൈന അവരുടെ ഈ ഏറ്റവും വലിയ മിസൈൽ ശേഖരം സൂക്ഷിക്കുന്ന ആ ഡിപ്പോയുടെ അടുത്ത് അവർ ലോഞ്ച് പാഡുകളും ഒപ്പം തന്നെ ഈ ബങ്കറുകളും കൂടുതലായി നിർമ്മിക്കുന്നു എന്നൊരു ഉപഗ്രഹ ചിത്രം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ടൈംസ് നൗ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് അത് ചിത്രം സഹിതം പുറത്തു വിട്ടിട്ടുണ്ട് ആ വാർത്ത. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തയ്യാറെടുക്കുകയാണ് ഒരു യുദ്ധത്തിന്. സ്വാഭാവികമായി വറുതിയുടെ കാലത്തായിരിക്കുമല്ലോ സംഘർഷങ്ങൾ കൂടുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്. കാരണം ഇത് കിട്ടാനില്ല, അപ്പൊ പിന്നെ സംഘർഷങ്ങൾ കൂടുകയാണ് ഈ ഒരു രീതി. അതിനിടയ്ക്ക് അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നു, ഇനി ചൈനയ്ക്ക് ഞങ്ങൾ ഒരു ഡിസ്കൗണ്ട് ഒരു സഹായവും ചെയ്യില്ല, കാരണം ചൈന സമ്പന്ന രാജ്യമാണ്, സമ്പന്ന രാജ്യങ്ങളിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അപ്പൊ ചൈനയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നത്. നമ്മളും അമേരിക്കയായിട്ട് ഒരു ബന്ധവും എനിക്ക് തോന്നുന്നില്ല അത്ര ഊഷ്മളമായിട്ടാണ് എന്നുള്ളത്. കാരണം മാർക്കോ റൂബിയോ ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു പട്ടി വില പോലും കിട്ടിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിനൊക്കെ വളരെ ദയനീയമായി തന്നെ യാത്രയയപ്പും സ്വീകരിക്കലും ഒക്കെ അങ്ങനത്തെ ഒരു ചടങ്ങ് ഒരു ഇതുമില്ല. സാധാരണഗതിയിൽ ഈ അമേരിക്കൻ എന്നൊക്കെ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വാർത്താ പ്രാധാന്യമെങ്കിലും നേടുന്നതാണ്. ഒരാൾ ഒരു യൂട്യൂബിൽ പോലും അതൊരു വാർത്തയായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാർക്ക് റൂബിയോ വന്നപ്പോൾ വേറൊരു കാര്യം മാർക്ക് റൂബിയോ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മിക്കുക, കാരണം അത് ജനങ്ങൾ അറിയേണ്ട ഒരു സംഭവം. ആ സമയത്ത് ഒരു വിഷ്വൽ വിജയേട്ടൻ കണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലേക്ക് പോയപ്പോൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ നമ്മൾ കണ്ടല്ലോ. അതായത് ഒരു ബ്രീഫിംഗ് ആയിരുന്നു ആ സമയത്ത്, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക. അപ്പോ ഈ തിരിച്ചടി എന്നൊക്കെ പറയുന്നത് ഇതാണ്. മാർക്ക് റൂബിയോ ഇവിടെ വന്നു നിന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മാർക്ക് റൂബിയോയുടെ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളെ രാജ്യം റേസിസം പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ രാജ്യം നമുക്കെതിരെ റേസിസ്റ്റ് നടപടികൾ എടുക്കുന്നു. ഇത് കേട്ടതും മാർക്ക് റൂബിയോ ഞെട്ടിപ്പോയി. മാർക്ക് റൂബിയോ ഒരു നിമിഷം ഒന്ന് പരിങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, ജയശങ്കർ അപ്പുറത്ത് ഇങ്ങനെ കുഞ്ഞിനിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ജയശങ്കർ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ല ഇത് എന്താണ് ഈ സംഭവം? ഒന്ന് സ്മാർട്ടാവാൻ ശ്രമിച്ചു അയാൾ. എന്താണ് സംഭവം, ഇത് ഏതാണ് സംഭവം, എന്താണ് വിഷയം, എക്സാക്ട് വിഷയം പറയൂ എന്ന് പറയുമ്പോൾ അയാൾക്കും അറിയാം ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ദേശമാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന്. അത് നല്ലൊരു മൂവായിരുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ കാര്യം. കാരണം നോർവേയിൽ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്ത് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രീഫിംഗ് ആയിരുന്നു. അതിൽ ചോദ്യം ചെയ്ത യവന്മാര് നമ്മുടെ രാജ്യത്ത് വന്ന മാർക്ക് റൂബിയെ നമ്മുടെ മാധ്യമങ്ങൾ തേച്ചൊട്ടിച്ചത് ഒരുത്തന്മാര്. അത് വലിയൊരു മൂവാണ് കേട്ടോ. നമ്മളെ അടിക്ക് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അല്ല, അദ്ദേഹം വളരെ ദയനീയമായിട്ടൊരു യാത്രയപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അമേരിക്കക്ക് പോയിരുന്നെങ്കിൽ നമ്മുടെ അവിടുത്തെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SHOക്ക് ആയിരുന്നു അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ള ഒരു അധികാരം കിട്ടുക. കാരണം ഡൽഹിയിൽ അദ്ദേഹം പോയ 2 പോലീസ് ഓഫീസർമാർ, അങ്ങനെ വലിയ പദവിയൊന്നുള്ള പോലീസ് ഓഫീസേഴ്സ് അല്ല, അവരുടെ ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ളതൊന്നും ഇല്ല. അത് തന്നെയല്ല, സാധാരണഗതിയിൽ ഈ യാത്രയപ്പ് ചടങ്ങൊക്കെ ഗംഭീരമാണ് സാധാരണഗതിയിൽ. അങ്ങനെയൊന്നുമില്ല. ഇദ്ദേഹം വരുന്നു, ഈ ഓഫീസർ തന്നെ എങ്ങോട്ടോ വായി നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ പുറകെ കൂടെ വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് വന്ന് ഷെയ്ക്കാൻ്റെ ഇങ്ങനെ പോകുന്നു. ഒരു വല്ലാത്ത അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാകും, അത്രയും ഒരു ഊഷ്മള ബന്ധം അല്ല, ഒരു അടവഴമ്പൻ രീതിയിൽ പോകുന്നു. ചൈനയിൽ പോയിട്ട് ട്രംപിന് കിട്ടിയത് ഇതേടക്ക് ഇതിനേക്കാളും വലിയ തണുത്ത പ്രതികരണമായിരുന്നു. ഷീ ജിൻപിങ് ഒന്നും വിമാനത്താവളത്തിൽ വന്നൊന്നുമില്ല. ആരൊക്കെയോ വന്നു, ട്രംപിനെ കൊണ്ടുപോയി. ട്രംപ് പറഞ്ഞതല്ല, ഷീ ജിൻപിങ് അങ്ങോട്ടാണ് പറഞ്ഞത്, തായ്വാൻ ആയുധം കൊടുക്കരുത്, അത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പട്ടി ചന്തയ്ക്ക് പോകുന്നവർക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നു. അവിടെ നിന്നും വ്യാപാര കരാറിന്റെ ചർച്ചകളും കോപ്പൊന്നും നടന്നൊന്നുമില്ല. തിരിച്ചു വന്നിട്ട് ചൈനയെ തന്തയ്ക്കുന്നുള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മെയിൻ പണി. ഇന്ന് രാവിലത്തെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു. അപ്പൊ അതിങ്ങനെ നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇറാന്റെ കാര്യം പറയുന്നു. ഇറാന്റെ അടുത്ത് പറയുന്നു ഞങ്ങൾ അത് ചെയ്തു. ഇറാൻ പറയുന്നത് നിങ്ങളെ നമ്പാനേ കൊള്ളത്തില്ല, നിങ്ങൾ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല, അവന്മാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ലോകത്തിന് ക്രൈസിസ് നിൽക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനോ ഇല്ലെങ്കിൽ ഇന്ത്യ ചൈനയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ്, അതിനിടയ്ക്കാണ് ഒരു വലിയ വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഈ ഇല്ലീഗൽസും അതുകൊണ്ട് തന്നെ വിഘടനവാദികൾക്കും ഒക്കെ വലിയ റെയ്ഡ് നടക്കുന്നു. ഇന്ന് കോഴിക്കോട് റെയ്ഡ് നടന്നിട്ടുണ്ട് NIA-യുടെ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലായിടത്തും വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിനകത്തുള്ള 0.5 എന്ന് പറഞ്ഞ ശത്രുക്കളുണ്ട്. അവരെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി ഒരു യുദ്ധം വന്നാൽ ഇവന്മാരെല്ലാം തലവെക്കും. അത് പാറ്റയുടെ രൂപത്തിലാകാം, എലിയുടെ രൂപത്തിലാകാം, മുയലിന്റെ രൂപത്തിലാകാം. ഇവന്മാരെല്ലാം തെരുവിലിറങ്ങും. ആ സമയത്ത് പാറ്റ പൊട്ടിക്കെട്ടില്ല, അതിൽ അവര് വന്നിട്ട് ആ മൂവ്മെന്റിന്റെ ഒരു അംശം ഇവിടെ കിടക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ തെരുവിലിറങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ
ഇനി ഇവന്മാർക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല. ഇനി ഭരണം മാറുമെന്നോ നമ്മൾ കണ്ട ഭരണം വരുമെന്നോ ഒന്നും ഒരു ഇതില്ല. അപ്പൊ അവരെല്ലാം കൂടി ഇറങ്ങാനുള്ള സാധ്യതകൾ, പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മണിപ്പൂരും അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇവിടെ എല്ലാം ഇവന്മാർ ഉണ്ടാക്കാൻ സാധ്യത. നോർത്തിൽ വലിയായിട്ട് വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, സൗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങൾ എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വലിയൊരു ഓപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് കണ്ടക്ട് ചെയ്യുന്നു. കാശ്മീരിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, ഭീകരവാദികളെ വലിയ രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ വെടിവെപ്പും കാര്യങ്ങളുമായിട്ട് അവിടെ പോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്നിപ്പോ കേരളത്തിലേക്ക് NIA ഒരു റെയ്ഡ്, എന്താണ് അതിന്റെ കാര്യം എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. കോഴിക്കോടാണ് റെയ്ഡ് നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും പ്രധാനമന്ത്രിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ നിസ്സാരമായി കരുതാൻ കഴിയില്ല. വരാൻ പോകുന്ന വറുതിയുടെ ഒരു കാലത്തെക്കുറിച്ച് ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. കാരണം ഈ ഗ്യാസ് ഷോർട്ടേജ്, പെട്രോൾ ഡീസൽ ഷോർട്ടേജ് എത്രത്തോളം വരുമെന്നറിയില്ല. അത് മാത്രവുമല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, തിരക്ക് പിടിച്ച് വാഹന നിർമ്മാതാക്കള് ഈ 100, അതായത് എഥനോൾ 100% എഥനോൾ ഓടിക്കുന്ന വാഹനങ്ങൾ ഇറക്കുക. ഈ വാഗൺ R എന്ന് പറഞ്ഞ മാരുതിയുടെ ഒരു വണ്ടി അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇറക്കാൻ പോകുന്നു 100%. ടാറ്റക്കാർ 2 വണ്ടിയിൽ ഇറക്കാൻ പോകുന്നു. അവരിപ്പോൾ പഞ്ചും നെക്സോണിലുമാണ് ഇറക്കുന്നത്. അതുപോലെ ബൈക്ക് കമ്പനിക്കാർ ഹീറോ മോട്ടോ കോർപ്സ് അവരുടെ ഒരു എഥനോളിൽ ഫുൾ. വാഹന നിർമ്മാതാക്കൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എഥനോളിലേക്ക് പോകും. കാരണം നമുക്കറിയാം, ഈ വാഹന നിർമ്മാതാക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്റർനാഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്, കോർപ്പറേറ്റുകളാണ്. അപ്പൊ അവർക്ക് ഈ വിപണിയിലെ അടുത്ത ചലനം എന്താണെന്ന് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. അത് മാത്രമല്ല, ഈ ലോകത്തെ ഇതുവരെ നിയന്ത്രിച്ചു, ലോകത്തെ ഏറ്റവും വലിയ മാഫിയകളിൽ 2ാം സ്ഥാനത്തുള്ള മാഫിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ക്രൂഡ് ഓയിലിന്റെ മാഫിയയാണ്. അവരാണ് ലോകത്തിന്റെ വില നിശ്ചയിക്കുന്നത്, എവിടെ കൂട്ടണം എവിടെ കുറയ്ക്കണം. ഇതിനെ അനുബന്ധിച്ച് അനവധി റിയൽ എസ്റ്റേറ്റ്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വേറെ സിസ്റ്റങ്ങൾ വേറെയും വരുന്നുണ്ട്. ഒന്നാമത്തേത് ഫാർമയാണ്, ഡ്രഗ്സ് ആണ്. മരുന്ന് കമ്പനിക്കാണ് ലോകത്തെ 1ാം നമ്പർ മാഫിയ, കൊള്ളക്കാര്. 2ാമത്തേത് ഇവരാണ്. അപ്പൊ ഇവർ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ഇവരുടെ കയ്യിൽ നിൽക്കില്ല ഇത്. കാരണം രാജ്യങ്ങൾ ഭയങ്കരമായി തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് ഒന്നും ചെയ്യാനില്ല, കാരണം ഇനി അവരുടെ വില പോകത്തുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഒരു വലിയ എന്തോ ഒരു ക്രൈസിസ് വരുന്നു എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു സൂചനയാണ്. കാരണം അത് നമ്മൾ കരുതലെടുക്കാൻ അദ്ദേഹം ഒന്നല്ല പലവട്ടം പറഞ്ഞു. ആദ്യം അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒരു റാലിയിലാണ് പറഞ്ഞത്, പിന്നെ അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു, അതിനുശേഷം ഒഫീഷ്യലായിട്ട് പറഞ്ഞു. പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഭരണാധികാരികൾക്ക് ഒരിക്കലും ഈ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ, എടേ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചോ ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറയാൻ കഴിയില്ല. പകരം നമുക്ക് ചില സൂചനകൾ നൽകാനേ പറ്റൂ. അങ്ങനെ എല്ലാ ഭരണാധികാരിയും അങ്ങനെ തന്നെ ചെയ്യും. അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു ക്രൈസിസ് വരുന്നു, യുദ്ധത്തിന്റെ ഒരു വലിയ സൂചനകൾ വരുന്നു, വറുതിയുടെ ഒരു കാലം വരുന്നു. അങ്ങനെയൊക്കെ വലിയൊരു ക്രൈസിസ് ആണ്. കാരണം ഈ ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ അലർട്ട് ആകാൻ വേണ്ടിയിട്ടാണ്. വ്യാജ വാർത്തകൾ വിശ്വസിച്ചിട്ട് നാളെ പമ്പിൽ പോയി ക്യൂ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല.